بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما شئتم. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് കരുതലോടെ ജാഗ്രതയോടെ സദാസമയവും ഇസ്തിഗ്ഫാറിന്റെ മനസ്സുമായി അല്ലാഹുവിലേക്ക് അടുക്കാനും അല്ലാഹുവിനെ ഓർക്കാനും സാധിക്കുന്ന മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ നമ്മെ ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനായി, മുത്തഖിയായി, മുഖ്ലിസായി പോരായ്മകളും അബദ്ധങ്ങളുമൊക്കെ മനുഷ്യരെന്ന നിലക്ക് നമുക്ക് സംഭവിക്കാം. എന്നാലും കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഞാൻ എന്നോടും അള്ളാഹുവിന്റെ വീട്ടിൽ വന്നു ചേർന്ന നമ്മളിൽ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ വയനാടിന്റെ മണ്ണിലുണ്ടായ ഒരു ദുരന്തത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും അതിൽ നിന്ന് ഒരു മുഅ്മിൻ എന്ന നിലക്ക്, മുഅ്മിനത്ത് എന്ന നിലക്ക്, ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് കിട്ടേണ്ട ചില പാഠങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിലൂടെ ഈ മിമ്പറിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. എത്ര വലിയ ദുരന്തങ്ങൾ ഉണ്ടായാലും മനുഷ്യൻ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നില്ല എന്നത് നമ്മെ ധാരാളമായി ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പല ദുരന്തങ്ങളുടെയും പിന്നീട് കടന്നു വരുന്ന ദിനങ്ങൾ. സുനാമി നമ്മളൊക്കെ ഓർക്കുന്നുണ്ട്. അള്ളാഹു എല്ലാ വിപത്തിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. വയനാടിന്റെ മണ്ണിൽ വെള്ളത്തിലും ചെളിയിലുമായി ഒലിച്ചുപോയി മരണപ്പെട്ടവരും ഇനിയും ശരീരം കിട്ടാത്തവരുമൊക്കെ ആയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല വിശ്വാസത്തിലും ദൃഢമായ പരലോക വിശ്വാസത്തിലുമൊക്കെ ജീവിച്ചവർക്ക് അള്ളാഹു ഷഹീദിന്റെ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ആയുധമാണ് പ്രാർത്ഥന. ഞാൻ പറഞ്ഞത്, സുനാമി സംഭവിച്ചപ്പോ ഒരുപാട് മനുഷ്യരാണ് ആ ദുരന്തത്തിലൂടെ, പരീക്ഷണത്തിലൂടെ ലോകത്തുനിന്ന് വിട പറഞ്ഞു. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും, ഈ മെമ്പറിൽ നിന്ന് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഒരു കാർ ഓടിക്കുന്ന വേഗത, അതിന്റെ സ്പീഡൊക്കെ നമുക്ക് മനസ്സിലാകുന്നവരാണ്. 1526 കിലോമീറ്റർ വേഗതയിലാണ് അന്ന് തിരമാല മറീന ബീച്ചിലേക്ക് കടന്നു വന്നത് എന്ന് അന്ന് റിപ്പോർട്ടുകളൊക്കെ നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും, പത്രങ്ങളും ചാനലുകളും ഒക്കെ. ഒരു 100 വേഗതയിൽ ഓടുന്ന ഒരു കാറിന്റെ സ്പീഡിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു. നമുക്കിവിടെ നമ്മുടെ നാട്ടില് അത്ര വേഗത അനുവദിച്ചിട്ടില്ല. അനുവദിച്ചത് ഒരു 70-80 ഒക്കെ ആണെങ്കിൽ അതിന്റെ മുകളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന വേഗത, അന്ന് കടലിൽ നിന്ന് പെട്ടെന്ന് 100 അടി ഹൈറ്റിലേക്ക്, ഒരു 9 നില 10 നില കെട്ടിടത്തിന്റെ വലുപ്പത്തിലേക്ക്, ഹൈറ്റിലേക്ക് തിരമാല അങ്ങോട്ട് ഉയരയിരുന്നു പെട്ടെന്ന്. എന്നിട്ട് 1526 കിലോമീറ്റർ വേഗതയിലാണ് തിരമാല ബീച്ചിലേക്ക് കടന്നു വന്നത്. ഓടി രക്ഷപ്പെടാൻ പറ്റുമോ?
1526 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോ നമുക്കത് ഓടി രക്ഷപ്പെടാൻ പറ്റുന്ന വേഗതയാണ്. അതുപോലെ വയനാടിലെ ഉരുൾപൊട്ടലിൽ അതിന്റെ വേഗതയെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത വേഗതയായിരുന്നു. ഈ സുനാമി സംഭവിച്ചിട്ട് ആളുകളുടെ വെള്ളം കുടിച്ച് ഇങ്ങനെ ചീർത്ത് വീർത്ത് കിടക്കുന്ന മനുഷ്യരുടെ ശരീരം ഉന്തുവണ്ടിയിൽ വെച്ച് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന രംഗം നമ്മൾ ഓർക്കുന്നുണ്ട്. സുനാമിയുടെ ആ തീരത്തിൽ അതിൽ ചില സ്ത്രീകളുടെ ഈ വിരല് കാണാൻ, ബാക്കി ബോഡിക്കൊന്നൊരു പ്രശ്നമല്ല, മരിച്ചിട്ടുണ്ട്, ശരീരം ചീർത്തിട്ടുണ്ട്, പക്ഷെ ഈ വിരല് മാത്രം കാണാനില്ല. ചില സ്ത്രീകളുടെ കാതിന്റെ ഈ സോഫ്റ്റ് ആയ ഭാഗം മാത്രം കാണാനില്ല. അതെന്താന്ന് അന്ന് അതിനെ കുറിച്ച് പഠിച്ച ആളുകൾ പത്ര റിപ്പോർട്ടുകളിലും അതുപോലെ ചർച്ചകളിലൊക്കെ പറഞ്ഞത്, രക്ഷാപ്രവർത്തനത്തിനിടയിൽ ചില കള്ളന്മാരും, രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഞാനും ഒരു സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന നിലക്ക് നൂറുകണക്കിന് മനുഷ്യർ വന്ന കൂട്ടത്തില് കള്ളന്മാരുണ്ടായി. പല സ്ഥലത്തും ക്യാമറകളാണ്. അതുകൊണ്ട് വിരലിൽ ഇങ്ങനെ വീർത്ത് കിടക്കുന്ന വിരലിൽ നിന്ന് മോതിരം ഊരിയെടുക്കുമ്പോഴേക്ക് ക്യാമറ കണ്ണിൽ പതിയും. കാതിൽ അണിഞ്ഞിരിക്കുന്ന കമ്മൽ ഇങ്ങനെ ഊരിയെടുക്കുമ്പോഴേക്ക് ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടും. അതുകൊണ്ട് ബ്ലേഡ് ഉപയോഗിച്ച് കാതിന്റെ സോഫ്റ്റായ ഭാഗം മുറിച്ച് പോക്കറ്റിലിട്ടതാണ്. ഞാനിത് പറയുന്നത് വയനാടിന്റെ മണ്ണിൽ ഏറെ പ്രയാസങ്ങൾ സഹിച്ച മനുഷ്യരിങ്ങനെ ദുരിതം അനുഭവിക്കുമ്പോ ആ വീട് അടച്ചുപൂട്ടി സൂചന കിട്ടിയപ്പോ ആദ്യത്തെ ശബ്ദം കേട്ട് ഓടി രക്ഷപ്പെട്ടവരുടെ ചില ആളുകളുടെ വീടൊന്നും പോയിട്ടില്ല. വീട്ടിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വാതിലിനിടയിലൂടെ ഒക്കെ വെള്ളം കയറി എന്നല്ലാതെ വീട് പൂർണ്ണമായി തകർന്നു പോകാത്ത ചില വീടുകളൊക്കെ ഉണ്ട്. പക്ഷെ ക്യാമ്പിൽ നിന്ന് മടങ്ങുമ്പോ ആ വീടിന്റെ ബാക്ക് വശം പൊളിച്ച് ഉള്ളിൽ കയറി അവർ സൂക്ഷിച്ച പണവും സ്വർണ്ണമൊക്കെ കാണാതായിട്ടായി. മനസ്സിലാകുന്നുണ്ട് ഞാൻ ഈ പറയുന്നത്? ഈ സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ വീടിന്റെ പിറകിലൂടെ വന്ന് വല്ലതും മോഷ്ടിച്ചു പോകുമോ എന്ന് നോക്കാനുള്ള തിരക്കിലാണോ ആളുകൾ? ആണോ? അതാ ഞാൻ പറഞ്ഞ ദുരന്തങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ആളുകളുടെ മനസ്സിന് മാറ്റം ഉണ്ടാവുന്നില്ല എന്ന്. എല്ലാവരും പലരും മനസ്സിന് മാറ്റം ഉണ്ടാവുന്നില്ല. മനുഷ്യർ പിന്നെയും മറവിയുള്ളവരായി, അഹങ്കാരികളായി, സ്വാർത്ഥന്മാരായി, നിസ്വാർത്ഥതയെ വെടിഞ്ഞ് ഈ ഭൂമിയുടെ പളപളപ്പിൽ ഇത്രയും വലിയ ദുരന്തം കണ്ടിട്ടും നൂറുകണക്കിന് മനുഷ്യരുടെ മയ്യത്ത് കിട്ടാനുള്ള തെരച്ചിലിനിടയിൽ അതിലൊന്നും പങ്കെടുക്കാതെ നഷ്ടപ്പെട്ടു പോകാത്ത, പൊളിഞ്ഞു പോകാത്ത വീടിനുള്ളിൽ വല്ലതും ബാക്കിയുണ്ടോ എന്ന് പരിശോധിക്കാൻ മാത്രമുള്ള മനക്കെട്ടി. അതാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. ചില ആളുകളുടെ ഹൃദയം ഉണ്ടല്ലോ, ഖൽബ്, അത് ചിന്തിക്കുന്ന ഖൽബാവൂല. ഞാൻ വിശദീകരിക്കുന്നില്ല. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, ഹൃദയം ഉണ്ടായിട്ടും ചിന്തിക്കാൻ പറ്റാത്ത കുറെ മനുഷ്യർ ലോകത്തുണ്ട്. വലഹും ആദാനുൻ, അവർക്ക് ചെവികളുണ്ട്, പക്ഷേ ലാ യസ്മഊന ബിഹാ, കേൾക്കേണ്ടത് അവർ കേൾക്കൂല. അവിടെ നിലവിളിയല്ല അവർ കേൾക്കുക. ഒരു വാഹനത്തിൽ അപകടം സംഭവിച്ച് 5 പേര് മരിച്ച, അതിൽ നിന്ന് 2 പേര് രക്ഷപ്പെട്ട, അവർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അവർ പറഞ്ഞത് അവരുടെ കുടുംബത്തിൽ 5 പേരാണ് ആ വാഹനത്തിൽ മരണവെപ്രാളത്തിൽ, ചിലർ മരിച്ചു, ചിലർ മരണവെപ്രാളത്തിലാണ്. ആ സമയത്ത് രക്ഷപ്പെട്ട സഹോദരിയുടെ കയ്യിൽ നിന്ന് ഓടി വന്നവർ അവളുടെ കയ്യിൽ നിന്ന് വള ഊരാനും ചെയിന് പൊട്ടിക്കാനും ശ്രമിക്കുമ്പോൾ സ്ത്രീ പറഞ്ഞു, ഞങ്ങളെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ശരി ശരി എന്ന് പറഞ്ഞ് മാല പൊട്ടിച്ചു, വള ഊരി അവര് പോയി. ആ രക്ഷപ്പെട്ട സഹോദരി ജീവിച്ചിരിക്കുന്നുണ്ട്. ഇങ്ങനെ ചില മനുഷ്യരുണ്ട്, അവർ കേൾക്കേണ്ടത് കേൾക്കൂല. അവർക്ക് കണ്ണുകളുണ്ട്, കാണേണ്ടത് അവർ കാണുകയില്ല. അവരെ മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റൂല. അവർ നാക്കാലികളെ പോലെയാണ്. നാക്കാലി എന്ന് വിളിച്ചാൽ നാക്കാലികൾക്ക് ലജ്ജയാവും. അവരെ നാക്കാലി എന്ന് വിളിച്ചാൽ മൃഗങ്ങൾക്ക് നാണക്കേടാവും. അതുകൊണ്ട് മൃഗങ്ങളെക്കാൾ മോശമാണവർ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഈ കൊറോണ വന്നു, മനുഷ്യർ പഠിച്ചോ? ഞാൻ സാന്ദർഭികമായിട്ട് പറയണേ, കഴിഞ്ഞ ഖുതുബയിൽ ഇതിന്റെ ചില ഭാഗങ്ങൾ കേട്ടിട്ടുണ്ട്.
ആ കൊറോണയിൽ ഇങ്ങനെ പേടിച്ച് എല്ലാവരും പ്രയാസപ്പെട്ട് കല്യാണങ്ങളൊക്കെ എത്ര ചുരുക്കി നിർവഹിച്ച് കൊറോണയുടെ പ്രശ്നം പതുക്കെ ക്ഷീണം മാറിയെന്ന് കണ്ടപ്പോഴേക്ക് പെണ്ണ് കാണാൻ 50 ആളാണ്. മിഠായി ഇങ്ങനെ ബോക്സും കൊട്ടയും പാത്രവും അലങ്കരിക്കുക ബേക്കറിയിലൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ കണ്ടോ കൊറോണ മറന്നു ആളുകൾ. അതാ മനുഷ്യന്റെ അവസ്ഥ. ഒരു പെണ്ണിനെ കാണാൻ പോകേണ്ടത് ആരാ? ആ കല്യാണം കഴിക്കാൻ പോണ ചെറുപ്പക്കാരനാണ്. നോന്റെ ഉമ്മാക്കും മാപ്പാക്കൊക്കെ ഒന്ന് കാണണോ? കണ്ടോട്ടെ. അതിന് കുറെ കൂട്ടുകാര്, എളാപ്പാന്റെ മക്കള്, മുത്താപ്പാന്റെ മക്കള്, എല്ലാ കസിൻ സിസ്റ്റേഴ്സും വന്നിട്ട് അവർക്കൊക്കെ ഇഷ്ടപ്പെടണം. അവരൊക്കെ അങ്ങനെ മിഠായിയുടെ കുറെ തോരണങ്ങളും കിബറും പൊങ്ങച്ചവും അഹങ്കാരവും ഗമയും വമ്പും കാണിച്ചിട്ട് ഇങ്ങനെ ആ കല്യാണത്തിന്റെ ചടങ്ങുകളെ പടച്ചവൻ ഇഷ്ടപ്പെടാത്ത ഹറാമിന്റെ വേദിയാക്കി മാറ്റുക. എന്നാ മനുഷ്യൻ പഠിക്കുക. JCBയുടെ ബക്കറ്റിൽ ഇരുത്തിയിട്ട് പുതിയണ്ണിനെയും പുതിയാപ്പള്ളിയും കൊണ്ടുപോയത് ക്രിസ്ത്യാനിയല്ല, ഇത് പള്ളി എന്ന് പറയണേ, ഹൈന്ദവനല്ല, മുസ്ലിം കല്യാണത്തിന് അങ്ങാടി കൂടി JCBയുടെ ബക്കറ്റിൽ ഇരുത്തി പുതിയണ്ണിനെയും പുതിയാപ്പള്ളിയും കൊണ്ടുപോകും. ഈ തോന്നിയാസം കളിക്കണ ആരാ? എല്ലാ വെള്ളിയാഴ്ചയും അരമണിക്കൂർ ഉപദേശം കിട്ടുന്ന മുസ്ലിം, 6 ദിവസം മദ്രസയിലേക്ക് പോകുന്ന മുസൽമാൻ, അല്ലെങ്കിൽ ശനി ഞായറും കൂടുതൽ സമയമെടുത്ത് മദ്രസ വേണമെന്ന് നിർബന്ധം ശാഠ്യം പിടിക്കുന്ന മുസൽമാൻ, അവനെ ഈ തോന്നിയാസം കാട്ടുന്നത്. അവിടെ തടുക്കാൻ റളാപ്പില്ല, മുത്താപ്പില്ല, ക്ലബില്ല, ആരുടെയും ആ നാവ് ഉയരൂല. ബാപ്പാനോട് പറഞ്ഞ ബാപ്പ പറയും എന്റെ കൺട്രോളിൽ നിന്നൊക്കെ പോയിട്ടുണ്ട്. വീട്ടിലെ കാരണവന്മാരൊക്കെ പറയും ഞങ്ങളൊന്നും പറഞ്ഞാൽ കേൾക്കൂല. നിങ്ങൾ പൈസ കൊടുത്ത് പന്തലിട്ട് നിങ്ങളൊന്നും പറഞ്ഞാൽ കേൾക്കാത്ത തോന്നിയാസം കളിക്കാനാണോ? പടച്ചവൻ ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞ, റബ്ബിന്റെ അനുഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ ഒരു പുതിയ 2 മനുഷ്യരെ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ പടച്ചവന്റെ മുമ്പിൽ നടത്തുന്ന കരാറുമായി ഒപ്പിട്ടുകൊണ്ട് നടത്തുന്ന വിവാഹത്തെ കോപ്രായങ്ങളാക്കി മാറ്റുന്നത്. ഞാനിത് പറയുന്നത് ദുരന്തങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും പരീക്ഷണങ്ങളും കടന്നു വന്നിട്ടും മനുഷ്യന്റെ മനസ്സ് ശാന്തമാകുന്നില്ല, ആലോചന നിബന്ധനായി മാറുന്നില്ല. അപ്പോഴും സ്വാർത്ഥതയും ആ പല ആഗ്രഹങ്ങളും പലതരത്തിലുള്ള ചിന്തകളിലൂടെ കടന്നു പോവാണ് മനുഷ്യൻ. അതുകൊണ്ട് ഈ ഖുതുബയിൽ എനിക്ക് നിങ്ങളോടും എന്നോടും പറയാനുള്ളത്, നമ്മളൊക്കെ ഒന്ന് വിനീതരാകണം. കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞിട്ടുണ്ടാവും, അള്ളാഹ് പറഞ്ഞതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കെ നാം അവരെ ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അന്ന് അങ്ങനെ ശിക്ഷിച്ചോ? 23 വർഷക്കാലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന നബിയായി ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു വലിയ ജനക്കൂട്ടം മരിച്ചു തീരുന്ന വലിയ നാശങ്ങളൊന്നും അല്ലാഹ് കൊടുത്തിട്ടില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ കപ്പലിൽ കയറിയ ആളുകൾ മാത്രം ബാക്കിയുള്ള മുഴുവൻ ആളുകളെ അല്ലാഹ് നശിപ്പിച്ചു. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ടീമിനെ അപ്പുറം നിൽക്കുന്ന മുഴുവൻ ടീമിനെയും അല്ലാഹ് നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ ഒരു സംഭവം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഉണ്ടായോ? ഇല്ല. എന്നിട്ട് അല്ലാഹു തആല രണ്ടാമത്തെ കാര്യമായി പറഞ്ഞത്, നിങ്ങൾ ഇസ്തിഗ്ഫാറിലായിരിക്കെ നിങ്ങളെ നശിപ്പിക്കാൻ അല്ലാഹ് ഇഷ്ടപ്പെടുന്നില്ല. എന്താ ഇസ്തിഗ്ഫാർ? പടച്ചോനെ പുറത്തുണ്ട്, തെറ്റുപറ്റിപ്പോയി അല്ലാഹ്, അബദ്ധം പറ്റിപ്പോയി റബ്ബേ, കാണാൻ പാടില്ലാത്തത് കണ്ടുപോയി അല്ലാഹ്, കേൾക്കാൻ പറ്റാത്തത് കേട്ടുപോയി അല്ലാഹ്, പറയാൻ പറ്റാത്തത് പറഞ്ഞു പോയി അല്ലാഹ്, സംഭവിക്കാൻ പറ്റാത്തത് സംഭവിച്ചു പോയി. നീ അൽ ഗഫൂറാണ്, ഏറെ പൊറുക്കുന്നവനാണ്, അൽ വദൂദ്, ഏറെ സ്നേഹമുള്ളവനാണ്. പടച്ചവനെ നീയില്ലാതെ പുറത്തു തരാൻ ആരുമില്ല, മാപ്പ് കൊണ്ട് റബ്ബേ എന്ന് പറഞ്ഞ് പടച്ചവന്റെ മുമ്പിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യുന്ന ഒരു സമൂഹം നിലനിൽക്കെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് അവരെ ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അല്ലാഹ് പറഞ്ഞതായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശിക്ഷ വന്നാലോ പരീക്ഷണം വന്നാലോ, കുർബയിൽ അല്ലാഹ് ഒരു പരീക്ഷണം ഇറക്കാൻ തീരുമാനിച്ചാൽ ഇവിടുത്തെ നല്ലവരും മോശപ്പെട്ടവരും എല്ലാവരും ഒന്നിച്ച ആ പരീക്ഷണത്തിൽ അകപ്പെടും. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് തിരുത്തണം എന്ന് പറയുന്നത്. കപ്പലിന്റെ അടിയിൽ ഇങ്ങനെ ദ്വാരുണ്ടാക്കുമ്പോ നമ്മൾ മുകളിലല്ലേ, നമ്മളിപ്പോ എന്തിനാ പറയുന്നത് എന്ന് ചിന്തിച്ചിരിക്കുകയല്ല വേണ്ടത്. വെള്ളം കയറിയാൽ എല്ലാവരും മുങ്ങും, അപകടത്തിൽ നമ്മളൊക്കെ ഉണ്ടാകും എന്ന നിലക്ക് തിന്മ കാണുമ്പോ പറയാനുള്ള മനസ്സുണ്ടാകണം. അത് ശാഠ്യത്തിന്റെ വാക്കല്ല, ഉപദേശത്തിന്റെ രൂപത്തിൽ പറയണം. ഞാൻ മിണ്ടാതിരിക്കാൻ പാടില്ല, എന്റെ അയൽവാസിയല്ലേ, ഞാൻ ഇപ്പൊ എന്തിനാ ഇടപെടുന്നത്? അതെന്റെ നാട്ടിൽ നടന്ന സംഭവമാണ്, പക്ഷെ എന്റെ കുടുംബത്തിലൊന്നുമില്ലല്ലോ. അങ്ങനെ എല്ലാവരും മിണ്ടാതിരുന്നാൽ തിന്മ ഇവിടെ അങ്ങനെ പെരുകും.
എല്ലാരും ഇങ്ങനെ മൗനമായി നിൽക്കും. അതാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലോകം അവസാനിക്കാൻ സമയമാകുമ്പോ എന്റെ ഉമ്മത്ത് ഭൂരിപക്ഷം ഉണ്ടാവും. ലോകത്ത് ഒന്നാമത്തെ സ്ഥാനത്ത് ജനസംഖ്യ മുസ്ലിങ്ങളായി മാറും. പക്ഷേ വെള്ളത്തിലൊഴുകുന്ന ചണ്ടികളെ പോലെ ആയിരിക്കും. വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ചണ്ടികള്. അതെങ്ങോട്ടാ വെള്ളം പോകുന്നത്, അങ്ങോട്ടാ പോവുക ചണ്ടികളൊക്കെ. രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവന് ചിലപ്പോ അതിനെ മുറിച്ച് നീന്തേണ്ടി വരും, ചിലപ്പോ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നീന്തേണ്ടി വരും. അപ്പുറത്ത് വലിയൊരു കയമാണ്. അതുകൊണ്ട് വെള്ളം എങ്ങോട്ടാ ഒഴുകുന്നത്, മുകളിലേക്ക് നീന്തി രക്ഷപ്പെടേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും പോകുന്ന റൂട്ടിൽ ഞാനിങ്ങനെ പോവാ, നിന്നു കൊടുത്താൽ മതി, എനിക്കും ഈ കൂട്ടത്തിൽ അങ്ങനെ തള്ളി തള്ളി കൊണ്ടുപോയിക്കോളും എന്ന് വിചാരിച്ച് നിൽക്കുന്നത് എളുപ്പമാണ്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടന്നു നീങ്ങാൻ പ്രയാസമുണ്ടാകും. അവിടെ തിന്മ എവിടെ എന്ന് മനസ്സിലാക്കി തിന്മയോട് രാജി പറയാനും അഹങ്കാരത്തിൽ നിന്ന് രക്ഷപ്പെടാനും നമുക്ക് സാധിക്കണമെന്നതാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ചുരുക്കം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല അടിമകളുടെ സ്വഭാവം അല്ലാഹു ഖുർആനിൽ പറഞ്ഞപ്പോ, ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന, അവര് ഭൂമിയിൽ വളരെ വിനീതരായിട്ടാണ് ജീവിക്കുക. അവര് നടക്കുക വളരെ നടത്തത്തിൽ വരെ വിനയത്തിന്റെ ഭാഗങ്ങളുണ്ട്. നടത്തത്തിൽ അഹങ്കാരം കാണിക്കാം, മനസ്സിലായില്ലേ? ഒരാളെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക. പാവപ്പെട്ടവനാണ്, കൂലിപ്പണിക്കാരനാണ്, വേലക്കാരനാണ്, ആരും ആവട്ടെ, നിങ്ങളൊരു കോടീശ്വരനാണ്, ഒന്ന് പുഞ്ചിരിക്കുക. ആ പുഞ്ചിരിയിൽ നന്മയുണ്ട് സുഹൃത്തുക്കളെ, വിനയമുണ്ട് സുഹൃത്തുക്കളെ. ഒരു അനാഥ ബാലനെ കാണുമ്പോ ഒന്ന് ചേർത്ത് പിടിക്കുക, അവന്റെ ഷോൾഡറിലും അവന്റെ തലയിലും ഒന്ന് കൈവെക്കുക. മോനെ സുഖമല്ലടാ, എന്തെങ്കിലും ആവശ്യമുണ്ടോ മോനെ എന്ന് ചോദിക്കാൻ ഹൃദയത്തിന്റെ അകത്തളത്തിൽ വിനയമുണ്ടാകണം, ആർദ്രതയുണ്ടാകണം, അനുകമ്പയുണ്ടാവണം. അത് ഉള്ളിലേക്ക് ദീനീബോധത്തിലൂടെ കിട്ടുന്ന ഒന്നാണ്, പരലോക ചിന്തയിലൂടെ കിട്ടുന്ന ഒന്നാണ്. അത് ഉണ്ടാവണം. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. എന്താ പറഞ്ഞത്? വിവരമില്ലാത്ത ഒരാളെ കിട്ടിയാൽ ഓനെ വഷളാക്കാനല്ല ശ്രമിക്കേണ്ടത്. ചില ആളുകൾ അങ്ങാടി ഭയങ്കര തർക്കമായിരിക്കും, കാരണം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് വലിയ തർക്കിക്കാൻ പറ്റാത്ത. അപ്പൊ അവിടുന്ന് വലിയ ആളാകാൻ വേണ്ടിട്ട് ഓനെ അടിച്ച് ഇരുത്തി ആളുകളുടെ മുമ്പിലിട്ട് വഷളാക്കി ആളുകൾ പറയും ഓൻ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്, അത് വലിയ കഴിവാണ്, നിങ്ങൾ ആരും വിചാരിക്കേണ്ട. അല്ലാഹു പറയാ, നിങ്ങൾ തർക്കിക്കേണ്ടത് നിങ്ങളെ പോലെ തർക്കിക്കാൻ കഴിവുള്ള ആളോടാണ്. അതും ദീനീപരമായിട്ടുള്ള തർക്കം. ഒരു വിഷയത്തിന് ആവശ്യമുള്ള തർക്കാണെങ്കിൽ കുതർക്കല്ല, ആവശ്യമുള്ള തർക്കാണോ, വിവരമുള്ള ആളോടാ തർക്കിക്കേണ്ടത്. അയാൾക്ക് ബോധ്യപ്പെടാനാണ്, അയാൾ ശ്രമിക്കുന്നത് ഇയാളെ ബോധ്യപ്പെടുത്താനാണ്. അയാൾക്ക് കാര്യമായിട്ടൊന്നും പറയാൻ അറിയില്ല, അപ്പൊ അയാൾക്ക് വഷളാക്കുക. അയാൾ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്കിനെ പിടിച്ചിട്ട് അയാളങ്ങട്ട് ആ വഷളാക്കി തീർക്കുക. അല്ല പറയാ, വിവരമില്ലാത്ത ആളുകളോട് സംസാരിക്കുമ്പോ നിങ്ങൾ അവിടുന്ന് ഒഴിഞ്ഞു പോയിക്കോളൂ, സമാധാനത്തിന്റെ വർത്തമാനം പറഞ്ഞിട്ട് പോയിക്കോളൂ എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തോതിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഖസത സ്വദഖത്തും മിൻ മാൽ. അടുത്തൊരു വാക്ക് പറയാനാണ് പറയുന്നത്, ദാനധർമ്മം ഒരാളുടെ സ്വത്തിൽ നിന്നും ഒന്നും കുറച്ചിട്ടില്ല. അടുത്തത് പറയാനാണ് ദാനധർമ്മം. ഇപ്പൊ വയനാടിന് വേണ്ടി കൊടുക്കാൻ പറഞ്ഞു, എത്രയോ ആളുകൾ കൊടുത്തു അല്ലേ? നല്ല ഉദ്ദേശത്തോടു കൂടി കൊടുത്ത മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പോഴും ചില ആളുകൾ മടിച്ചു, പിന്നെ കൊടുക്കാനൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. കുഴപ്പമില്ല, നോക്കി പഠിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യം ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊരു അലസതയുടെ ആലസ്യത്തിന്റെ പിന്നെ ഞാൻ രക്ഷപ്പെട്ടു എന്ന അർത്ഥത്തിൽ അപ്പൊ കൊടുത്തില്ല, ഇനിയിപ്പോ ഏതായാലും പോട്ടെ, അത്യാവശ്യം ആയല്ലോ എന്ന നിലക്കല്ല. ആലസ്യത്തിന്റെ ഒരു വൈകിക്കലാകരുത്. ആ ശരിക്കും പഠിച്ചിട്ട് ചെയ്യാം, ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ ആവാം, കുഴപ്പമില്ല. നൽകിയവർക്കൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ലോകത്ത് ഇന്ന് വരെ ഒരു മുഅ്മിനിന്റെ ചരിത്രം, ഒരു മുസ്ലിമിന്റെ ചരിത്രം പഠിച്ചിട്ട് ഓൻ ദാനധർമ്മം ചെയ്തിട്ടാ തൊലഞ്ഞത്, സ്വതക്ക കൊടുത്തിട്ട് പൊളിഞ്ഞു പോയ ഒരാളാണ്. അങ്ങനെ സംഭവം ഉണ്ടാവില്ല. അതാ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, മാ നഖസത സ്വദഖത്തും മിൻ മാൽ. നിങ്ങളെ സമ്പത്തൊന്നും കുറക്കൂല, കൊടുക്കും തോറും അല്ലാഹു അങ്ങനെ വർദ്ധനവ് കൊടുക്കുക ചെയ്യും. വെള്ളം കോരുന്ന കിണറുന്ന വെള്ളം അങ്ങനെ ഉറവ് വീണ്ടും ഉണ്ടാകുക. 4 കൊല്ലം കോരാതിട്ടോ വെള്ളം ഒന്നും എടുക്കാതിട്ടോ ആ കിണർ വറ്റിയ ചെയ്യുക. അപ്പൊ നമ്മളെ സ്വത്ത് റബ്ബ് തന്നതാണ്.
അല്ല അങ്ങനെ ഖുർആനിൽ പറഞ്ഞു, നിങ്ങളെ സ്വത്ത് കൊടുക്കുമെന്നല്ല പറഞ്ഞു. ഇബ്രാഹിമേ, മുഹമ്മദ്, ഇസ്മായില്, അബൂബക്കർ, ഷിയാബ്, അബ്ദുൽ ഖാദർ, ഫാത്തിമ, മൈമൂന, സുലൈഖ, എന്താ പറഞ്ഞത്? നീ ഞാൻ തന്ന സ്വത്തിൽ നിന്ന് കൊടുക്കും. ഞാൻ തന്നതാണ് സ്വത്ത്. ഇല്ലാത്ത എത്രയോ മനുഷ്യർ. ഞാൻ ഗൾഫ് പോയി ഒരുപാട് കാലം അധ്വാനിച്ചിട്ട് 60 പവൻ സ്വർണവും ലക്ഷങ്ങളും ഞാൻ സൂക്ഷിച്ചിരുന്നു. വയനാട്ടിലൊരു മനുഷ്യൻ പറയാം, രക്ഷപ്പെട്ട മനുഷ്യൻ, ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, അതിൽ ഒരു പവൻ പോലും എനിക്ക് കിട്ടിയില്ല. എല്ലാം കൊണ്ടുപോയി, മണ്ണ് കൊണ്ടുപോയി, വെള്ളം കൊണ്ടുപോയി. 60 പവൻ ഞാൻ സൂക്ഷിച്ചിരുന്നു, ലക്ഷങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാം പോയി. എന്ത് ചെയ്യും ഞാൻ? ഒരു പാവപ്പെട്ട മനുഷ്യൻ അങ്ങനെ കൈമലർത്തി ചോദിക്കുക. അല്ലേ? നിലനിൽക്കുന്ന സ്വതക്ക, അത് പടച്ചോണ്ടെടുക്കൽ കിട്ടുന്ന, നമുക്ക് സവാബ് കിട്ടാൻ പോകുന്ന കാര്യമാണ്, നമുക്ക് നല്ല പ്രതീക്ഷ വെക്കാവുന്ന കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതായത്ത എന്ത്? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. കുറച്ചുകൂടി ഇങ്ങനെ വന്നിട്ട് അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്, വമാ തദരി നഫ്സും وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت. എന്റെ നാട്ടിന്ന് ഇടക്കരന്ന് വയനാട്ടിലേക്ക് റോഡ് വഴി പോകുമ്പോൾ സംഭവിച്ച സ്ഥലത്തേക്ക് ഒരു 100 കിലോമീറ്റർ അടുത്ത് ഓടണം. കാരണം അത് ഇങ്ങനെ പുഴയിലൂടെ വരികയാണെങ്കിലോ ഒരു 20 കിലോമീറ്ററിന്റെ മേലെ ദൂരെ ഉള്ളൂ, അല്ലെങ്കിൽ 20-30 ഇടയിൽ. ഞങ്ങളെ വീടിന്റെ പരിസരം പോത്തുകല്ല്, മുണ്ടേരി, നിങ്ങളൊക്കെ ടിവിയിലും വാർത്തയിലൊക്കെ ഇങ്ങനെ കാണുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, ഞങ്ങളെ നാടിന്റെ തൊട്ടടുത്ത പ്രദേശം. അവിടുന്ന് 170ഓളം മയ്യത്ത് പൂർണ്ണമായിട്ടും ഭാഗികമായിട്ടും എടുക്കുന്നത്. എവിടെയാ കിടക്കുന്നത്? വയനാടിലെ മേപ്പാടിയിലെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും കിടന്ന മനുഷ്യന്മാര് നിലമ്പൂരിനടുത്ത് ചുങ്കത്രയുടെയും നിലമ്പൂരിനും ഇടയിൽ ഇടക്കരയുടെയും ചുങ്കത്രയും ഒക്കെ അപ്പുറം നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതാ സ്ഥലം? മുണ്ടേരി, പോത്തുകല്ല് എന്നൊക്കെ പറയുന്ന പ്രദേശത്ത് ചാലിയാറിന്റെ വെള്ളത്തിലൂടെ ഒലിച്ചു വന്ന് ആളുകൾ ഇങ്ങനെ എല്ലാം മറന്ന് രക്ഷാപ്രവർത്തകന്മാര് കിട്ടുന്ന ബോഡി മണ്ണിൽ ചെളി പുരണ്ട് സ്ത്രീകള് അത് കഴുകി വൃത്തിയാക്കി ഡോക്ടർമാരുടെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കാൻ സഹോദരിമാരിങ്ങനെ റെഡിയായി നിൽക്കുക. നിന്റെ മരണം എവിടെ വെച്ചാണെന്ന് പറയാൻ നിനക്ക് കഴിയില്ല. സുഖമായിട്ട് ഉറങ്ങിയതാണ് അല്ലേ? കുറെ ആളുകൾ ഉണർന്നത് രക്ഷപ്പെട്ടതൊക്കെ കാട്ടാനകൾ ഇഷ്ടം പോലെ വന്നു. ആനകൾ രക്ഷപ്പെടുകയാണ്, മനസ്സിലായില്ലേ? ആനകൾ രക്ഷപ്പെടുകയാണ്. അവർക്കൊക്കെ ഉള്ള ചില സൂചനകൾ കൊടുക്കും. അത് മനസ്സിലാക്കാനുള്ള ഒരു ജനിതക കോഡിൽ ചിലത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കെട്ടിയിടാത്ത ഈ വീട് മുഴുവനും തകർന്നു, തറ പോലും ബാക്കിയില്ല. പക്ഷെ ആ വീട്ടിൽ വളർത്തിയ പട്ടി പിറ്റേ ദിവസം എല്ലാം അടങ്ങിയതിനു ശേഷം ആ തറന്റെ ഉള്ള ഭാഗത്ത് വന്ന് നിൽക്കുകയാണ്. എവിടെ? ചെറിയും വലിയ ശക്തിയുള്ള ഒരു ഉരുൾപൊട്ടലുണ്ടായിട്ട് എങ്ങനെ ഈ പട്ടി രക്ഷപ്പെട്ടത്? അകിട്ടിങ്ങനെ വീർത്തിട്ട് ആ വീട്ടിൽ വളർത്തിയ പശു പിറ്റേ ദിവസം വരിക, പാല് കറക്കാതെ അകിട് വീർത്ത് പ്രയാസപ്പെടുകയാണ്. രക്ഷാപ്രവർത്തകന്മാർ ആ പശുവിന്റെ പാല് കറന്ന് ആ പശുവിന് സമാധാനം ഉണ്ടാക്കി കൊടുക്കുക, ആശ്വാസം ഉണ്ടാക്കി കൊടുക്കുക. എവിടെയും ഈ പശു ഇത്രയും വലിയ ഉരുൾപൊട്ടലിൽ, വലിയ ബിൽഡിങ്ങുകളും വീടുകളും ഒലിച്ചുപോയ ഈ ഉരുൾപൊട്ടലിൽ ഈ പാവപ്പെട്ട പശു എവിടെയിരുന്നു? അവരെ കുറച്ച് നേരത്തെ കാട്ടിക്ക് കയറി അല്ലേ? ആനകൾ സാധാരണ പതിവില്ലാത്ത വിധം കൂട്ടം കൂട്ടായിട്ട് ഇറങ്ങി. എന്താ കാരണം? രക്ഷപ്പെടുകയാണ്. ഗുജറാത്തിൽ ഭൂകമ്പമുണ്ടായപ്പോ പിറ്റേ ദിവസം പത്രം പറഞ്ഞു, ഉത്സവം കഴിഞ്ഞ് ഞങ്ങൾ 1 മണിക്ക് മടങ്ങവേ റോഡിലൂടെ ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഞങ്ങളൊക്കെ വീട്ടിലേക്ക് പോകുമ്പോ നാക്കാലികൾ ഇങ്ങനെ റോഡിലൂടെ കൂട്ടം കൂട്ടായിട്ട് പോവുക. രാത്രി 1 മണിക്ക് അവര് പറഞ്ഞു, എന്നും പോകുന്നുണ്ടാവും ഇങ്ങനെ, എന്നും സാധാരണഗതിയിൽ പോകുന്നുണ്ടാവും. ഇന്ന് നമ്മൾ ഈ സമയത്ത് വന്നതുകൊണ്ട് നമ്മൾ കണ്ടത് അല്ല, അങ്ങനെ ആയിരുന്നില്ല. പിന്നെ എന്നും പോകുന്ന പശുക്കളല്ലാതെ, എന്നും പോകുന്ന നാക്കാലികളല്ലാതെ കെട്ടിയിടപ്പെടാത്ത മുഴുവൻ നാക്കാലികളും രക്ഷപ്പെട്ടു. പിറ്റേ ദിവസം പത്രം പറഞ്ഞു, ഗുജറാത്തിൽ ഉത്സവം കഴിഞ്ഞ് മടങ്ങുന്ന ആളുകൾ പറഞ്ഞു, അന്ന് സംഭവിച്ചതപ്പോൾ വീട്ടിലൊക്കെ ചെന്ന് ഈ 1 മണിക്കൊക്കെ വീട്ടിലെത്തി, 1:15 വീട്ടിലെത്തി, എല്ലാവരും ഒന്ന് കുളിച്ച് അത്രയും സമയം ഉറക്കൊഴിച്ച ആളുകളെ ഉറക്കിലേക്ക് ഇങ്ങോട്ട് മുഴുകി 2-3 ഇടക്ക് അള്ള അവിടെ കുളിക്കും. നാക്കാലികളോട് അള്ള പറഞ്ഞു, പൊയ്ക്കോ. നാക്കാലികളെ പരീക്ഷിക്കാനല്ല അള്ള ഉദ്ദേശിക്കുന്നത്, പിന്നെ 2 കാലുള്ള മനുഷ്യരെ പരീക്ഷിക്കാനാണ്. അപ്പൊ കുറെ കുടുംബങ്ങൾ പറയണേ, ഞങ്ങൾ രക്ഷപ്പെട്ടത് ആന വന്നതുകൊണ്ടാണ്. കേട്ടില്ല? നിങ്ങൾ വായിച്ചില്ല?
ചാനലിൽ പറയുന്നത് കണ്ടില്ല, പത്രത്തിൽ വന്നത് കണ്ടില്ല. കുറെ കുടുംബങ്ങൾ പറയാ ആന വന്നതുകൊണ്ട് ഉണർന്നു. ഞങ്ങൾ ആനയുടെ ശബ്ദങ്ങൾ കേട്ടിട്ട് ഉണർന്നിരിക്കുകയായിരുന്നു. അപ്പൊ ഒരു ശബ്ദം കേട്ട് ഞങ്ങൾ എല്ലാവരും ഓടി. സുഹൃത്തുക്കളെ, ഇതൊക്കെ നമുക്ക് ചില പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റണം. ഒരു ഖുത്ബയിൽ കുറെ സമയം നമുക്കത് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഒരുപക്ഷെ നാളെ നമ്മളെയും പരീക്ഷിക്കും. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ കാലവിപത്തുകളിൽ നിന്ന് കാത്തു രക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പെടുന്നതിനുള്ള മരണത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നമ്മുടെ സഹോദരങ്ങൾക്ക് വേദന ഉണ്ടായപ്പോ അത് നമ്മുടെ വേദനയാവണം, നമ്മുടെ പ്രയാസമാവണം. നമ്മുടെ സ്വത്തുനിന്നൊന്നും കുറയില്ല. ഒരാൾ വിട്ടുവീഴ്ച ചെയ്താൽ അവൻ അല്ലാഹു പ്രതാപം വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. ഒരാൾ വിനയം കാണിച്ചാൽ അല്ലാഹു അവനെ പദവി ഉയർത്തുകയല്ലാതെ മറ്റൊന്നുമില്ല. നല്ലൊരു പൈസക്കാരനായ മനുഷ്യനാ, അയാളൊരു സാധാരണക്കാരനെ പോലെ ആളുകൾക്കിടയിൽ നിന്നു എന്നുള്ളത് കൊണ്ട് അയാളൊരു വില പോവില്ല. അയാൾ ആളുകൾക്കിടയിൽ അയാൾക്ക് മതിപ്പ് കൂടുക ചെയ്യുക, ബഹുമാനം കൂടുക ചെയ്യുക, ആദരവ് കൂടുക ചെയ്യുക. അയാളുടെ വിനയത്തെ ആളുകൾക്കിടയിൽ ചർച്ചയാവുക ചെയ്യുക. അല്ലാഹു ഉയർത്തുമെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് വിട്ടുവീഴ്ച ഉണ്ടാകുന്നത് നമ്മുടെ പ്രതാപത്തെ വർദ്ധിപ്പിക്കുക ചെയ്യുക. നമ്മൾ വിനയം കാണിച്ചാൽ നമ്മുടെ പദവികൾ അല്ലാഹു ഉയർത്തുകയാണ് ഉണ്ടാവുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, വജദനൽ കറമ ഫി തഖ്വ, സൂക്ഷ്മത പാലിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് കറമ കേട്ടോ, ഔദാര്യവും ആദരവൊക്കെ ഞങ്ങൾക്ക് അതിലൂടെ കിട്ടാറുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറയാ, വൽ ഗിനാ ഫിൽ യഖീൻ, ദൃഢമായ വിശ്വാസത്തിലൂടെ ഞങ്ങൾക്ക് ധാരാളമായി ഐശ്വര്യം ഉണ്ടാവുകയാണ് ചെയ്തത്. വശറഫ ഫിൽ തവാദു, വിനയത്തിലൂടെ ഞങ്ങൾക്ക് ഔന്നിത്യവും പ്രതാപവും വർദ്ധിക്കുകയാണ് ചെയ്തത്. ആരാ പറയണത്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു പറയാ, യഹ്ബിസ് സലാസൻ ബിസലാസ്, നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് പിടിച്ചു നിർത്തണം. മൂന്ന് കാര്യങ്ങൾ കൊണ്ട് പിടിച്ചു നിർത്തണം. ഏതാ കാര്യം? ഹത്താ തകൂന മിനൽ മുഅ്മിനീൻ, കേട്ടോ. നമ്മൾ നേരായ ഒരു മുസ്ലിമായി യഥാർത്ഥ വിശ്വാസിയാവാൻ നമ്മൾ ചെയ്യേണ്ടത് മൂന്ന് കാര്യങ്ങളെ കൊണ്ട് തടഞ്ഞു നിർത്താൻ, പിടിച്ചു വെക്കാൻ നമുക്ക് കഴിയണം. ഒന്ന്, അൽ കിബ്റു ബിത്തവാദു, വിനയത്തിലൂടെ വരാൻ പോകുന്ന നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള കിബ്റിനെ നിങ്ങൾ പിടിച്ചു വെക്കണം. അഹങ്കരിക്കാൻ നമുക്ക് ഒരു അവകാശമില്ല സുഹൃത്തുക്കളെ, ഒരു അവകാശം. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടായിരിക്കും ആ മുണ്ടക്കൈയിലൊക്കെ ആളുകൾ ഉറങ്ങിയിട്ടുണ്ടാവുക. കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു കുട്ടിയെ കല്യാണം കഴിച്ച ആ കുട്ടിക്ക് ജോലി കിട്ടി. ആ കുട്ടി സംഭവിക്കുന്നത് തലേ ദിവസം അങ്ങോട്ട് പോയത്. കൂലിപ്പണിക്ക് പോകുന്ന അച്ഛൻ എന്നെ പോറ്റി വളർത്തി കല്യാണം കഴിച്ച് എനിക്കിപ്പോ ഒരു ജോലിയായി, ഇനി എന്റെ അച്ഛനെയും അമ്മനെ എനിക്ക് ശരിക്കും നോക്കണം എന്ന് പറഞ്ഞ മോള് കെട്ടിച്ചുവിട്ട മുണ്ടക്കൈയിലേക്ക് പോകുമ്പോ തലേ ദിവസം പോകുന്നത് അല്ലേ? എന്തൊക്കെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് മനുഷ്യർക്കുള്ളത്. ആ സമയത്തും ഏതൊക്കെയോ മനുഷ്യര് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. മൊബൈലിലൊക്കെ നോക്കി പടച്ചോൻ ഇഷ്ടപ്പെടാത്ത പല സൈറ്റിലും കയറി അള്ളാഹ് ഇഷ്ടപ്പെടാത്ത അശ്ലീലതയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് ഏതോ ഒരു മായാലോകത്തിൽ ഇങ്ങനെ നിന്ന് ഉറങ്ങുകയോ ഉറങ്ങിപ്പോവുകയോ ഉറങ്ങാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവനെ വന്ന് ഉരുൾപൊട്ടലിന്റെ പാറക്കല്ലുകളും ചെളിയും കൊണ്ടുപോയതെങ്കിൽ അവന്റെ യാത്ര എന്തായിരിക്കും? കൊച്ചു കൊച്ചു റിസോർട്ടുകളൊക്കെ ഉള്ള സ്ഥല, വല്ല വ്യഭിചാരത്തിന്റെ മായാലോകത്തും ആ സമയത്ത് ഇടപെട്ട ഒരു മനുഷ്യനെ ഈ ഉരുൾപൊട്ടലിന്റെ ശബ്ദവും ചെടിയും പാറയും കൊണ്ടുപോയപ്പോ ഒരു വ്യഭിചാരത്തിന്റെ ലോകത്താണ് അവൻ ഉണ്ടായിരുന്നതെങ്കിൽ അല്ലേ? രക്ഷാപ്രവർത്തകന്മാർക്കറിയോ? കുടുംബക്കാർക്കറിയോ? ആർക്കും അറിയില്ല. ഒലിച്ചു വന്ന അലമാര തുറന്നപ്പോ കുറെ ക്യാഷ് അവര് കരുതി വെച്ച പല വസ്തുക്കള്, നല്ലൊരു ലെറ്റർ. എന്താ ലെറ്റർ? തഹസിൽദാർക്ക് എഴുതിയ പരാതി, വില്ലേജ് ഓഫീസർക്ക് എഴുതിയ പരാതി. എന്റെ അയൽവാസിയോട് എത്ര തവണ പറഞ്ഞിട്ടും എന്റെ വടിയിലേക്ക് കയറ്റി കെട്ടിയ വേലി അയാൾ മാറ്റിത്തരാൻ റെഡിയല്ല. ഇത് ഇന്ന സ്ഥലത്ത് ഞാൻ പരാതിപ്പെട്ടിട്ടുണ്ട്. അടുത്ത പരാതിക്കുള്ള ലെറ്റർ റെഡിയാക്കി വെച്ച് വർഷങ്ങളായി ഞങ്ങൾ തർക്കത്തിലാണ് എന്ന് ലെറ്ററിൽ കാണിക്കുകയാണ്. ഇനി തർക്കിക്കാനും കുതർക്കം നടത്താനും എന്റേതാണെന്ന് പറയാനും നിന്റെതല്ല എന്ന് പറയാനും ആ രണ്ട് കുടുംബത്തിൽ ആരും ബാക്കിയില്ല. അവരൊക്കെ മണ്ണിലാണ്. എന്താ ബാക്കിയായത്? പരാതിക്ക് എഴുതി വെച്ച കത്ത് മാത്രം. എന്നിട്ട് അയൽവാസി അതിരിവിടെ എന്ന് പറയുമ്പോ ഇപ്പോഴും മസിലൊടിച്ചിരിക്കുക നമ്മളൊക്കെ.
ആ പ്രശ്നം തീർത്തൂടെ? വാപ്പാന്റെ അടുത്ത് ആ തെറ്റെന്ന് മക്കൾ പറയാ. വാപ്പാന്റെ അടുത്തേക്ക് ചെറിയ തെറ്റൊക്കെ ഉണ്ട്. വാപ്പാന്റെ സ്വകാര്യമായിട്ട് വിളിച്ചിട്ട് നിങ്ങളിൽ ഇടപെടേണ്ട തെറ്റുണ്ട്. വാപ്പാന്റെ അഭിമാനം ക്ഷതപ്പെടുത്തണ്ട കേട്ടോ. ഇത് തർക്കത്തിലെടുക്കുന്ന ആദ്യം നിങ്ങൾക്ക് ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. പടച്ചോന്റെ കോടതിയിൽ നമുക്ക് ഒരാളുടെ ഇഞ്ച് ഭൂമി വേണ്ട വാപ്പ. അവര് പറഞ്ഞ സ്ഥലത്ത് കുറ്റിയടിക്കും. ഏറി വന്ന 1/2 സെന്റ് പോവും, പോട്ടെ സാരല്ല. 1/4 സെന്റ് പോവും. നമുക്ക് അവരുടെ മുമ്പിൽ നമ്മൾ തോറ്റു, സാരല്ല. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തു. ചിന്തിക്കാറുണ്ട് നമ്മളങ്ങനെ ഉണ്ടോ? അപരന്റെ ആദിൽ ഒരു കല്ലിങ്ങനെ പതുക്കെ മാറ്റിക്കുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ വരെയുണ്ട്. അതിര് തിരക്കുന്ന ആളുണ്ട്. ഇവർക്ക് കുറച്ച് താഴെയാണ്, ഒരു മേലെയാണ്. എന്നിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ ഇടിക്കുകയാണ്. ആർക്കു വേണ്ടി സമ്പാദിക്കരുത്. ഇതുപോലെ ഏതെങ്കിലും ഒരു സമയത്ത് ലോകത്തുനിന്ന് വിട പറയുമ്പോ അയൽവാസിയുടെ പോരും വാശിയും കുശുമ്പും കുറുമ്പും എത്രയോ കാലങ്ങളായി ചർച്ച ചെയ്തിട്ടും തീരാത്ത പ്രശ്നങ്ങളുടെ മാറാപ്പുകൾ മയ്യത്ത് കെട്ടിൽ വെച്ച് 6 അടി മണ്ണിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? കൊണ്ടുപോയിട്ട് വല്ല കാര്യമുണ്ടോ? വിട്ടുകൊടുക്കാതെ നിന്ന വാപ്പാന്റെ മയ്യത്ത് കെട്ടിലും ഖബറിലും ഈ പേപ്പറും ആധാരവും അടിയാധാരങ്ങളും നികുതിച്ചിട്ടും കൈവശ സർട്ടിഫിക്കറ്റും വെച്ചുകൊടുത്താൽ കാര്യമുണ്ടാവും? ഇതൊക്കെ ചിന്തിക്കാനുള്ള സമയമായി എന്നാണ് ഞാൻ ഈ പറയുന്നത്. ഇതൊരു നാടൻ സംസാരമാണ്. ഞാൻ എന്റെ മനസ്സ് അറിയാതെ സംസാരിച്ചു പോകാൻ കുറച്ച് വൈകാരികമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാരണം മനുഷ്യരെ നമ്മൾ ചിന്തിക്കുന്നില്ല, ആലോചിക്കുന്നില്ല. അതുകൊണ്ട് വിനയം കൊണ്ട് കിബ്റിനെ തടുത്തു നിർത്തുക. വൽ ഹിർസു ബിൽ ഖനാഅ. മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു പറയാ, വൽ ഹിർസു ബിൽ ഖനാഅ. തൃപ്തി കൊണ്ട് നിങ്ങൾ ആർത്തിയെ തടുത്തു നിർത്തുക. അത് പറഞ്ഞാ വിനയം കൊണ്ട് നിങ്ങൾ അഹങ്കാരത്തെ തടുത്തു നിർത്തുക. തൃപ്തി കൊണ്ട്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന തൃപ്തി കൊണ്ട് ആർത്തിയെ നിങ്ങൾ തടുത്തു നിർത്തുക. വൽ ഹസദു ബിൻ നസീഹ. ഉപദേശം കൊണ്ട് നിങ്ങൾ അസൂയയെ തടുത്തു നിർത്തുക. മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു അൻഹു പറയാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഖുതുബയിൽ ആകെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് ചിന്തിക്കുക, ഒന്ന് ആലോചിക്കുക. നടത്തത്തിൽ അഹങ്കരിക്കല്ലേ കേട്ടോ. നല്ല ഡ്രസ് വാങ്ങിക്കോ, നല്ല ഷൂ വാങ്ങിക്കോ, പക്ഷെ ആ ഡ്രസ്സിൽ അഭിമാനിക്കല്ലേ. നല്ല സന്തോഷത്തിൽ അഭിമാനിക്കുമ്പോൾ ഒരിക്കലും അഹങ്കരിക്കല്ലേ. മറ്റുള്ളവരെ മുമ്പിൽ ഇല്ലാത്ത പ്രയാസപ്പെടുന്ന ആളുകൾക്ക് മുമ്പിൽ അതിന്റെ വമ്പ് വർത്തമാനങ്ങൾ പറയല്ലേ. അയൽവാസി വിശന്ന് കിടക്കുമ്പോ നമ്മളിങ്ങനെ വയറു നിറയെ ഭക്ഷണം കഴിച്ച് ഇന്നലെ പോയി ഹോട്ടലിൽ നിന്ന് റെസ്റ്റോറന്റിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിന്റെ കേളിയും മഹിമയും പറയല്ലേ. അഹങ്കാരം ഏതൊക്കെ റൂട്ടിലൂടെയാണോ വരുന്നത് എന്ന് ശരിക്കും പരിശോധിച്ച് തടയിടാൻ നമുക്ക് കഴിയണം. വലാ തംശി ഫിൽ അർളി മറഹ ഇന്നക ലൻ തഖ്രികൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല. നീ ഭൂമിയിൽ ഒരിക്കലും അഹങ്കാരത്തോടു കൂടി നടക്കല്ലേ. പർവ്വതത്തോളം ഉയരാനോ നിന്റെ നടത്തം കൊണ്ട് ഭൂമിയെ പിളർത്താനോ നിനക്ക് കഴിയില്ല എന്ന് അല്ലാഹു തആല. എന്താണ് മനുഷ്യ, നിന്റെ നടത്തം കണ്ടാൽ ഭൂമിയൊക്കെ പൊളിച്ചു കളയാനുള്ള നടത്താന്നാ തോന്നുക. പർവ്വതത്തോളം ഉയരാൻ നിനക്ക് കഴിയില്ലടോ, ഭൂമിയെ പിളർത്താനൊന്നും നിനക്ക് കഴിയില്ല. അതുകൊണ്ട് മര്യാദക്ക് അഹങ്കാരമില്ലാത്തവനായി നീ ഭൂമിയിൽ നടക്ക് എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറയാ. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى وَاسْتَكْبَرَ وَكَانَ مِنَ الْكَافِرِينَ. എന്താണ് പറഞ്ഞത്? സുജൂദ് ചെയ്യാൻ അല്ലാഹ് ഇബ്ലീസിനോട് പറഞ്ഞപ്പോ ഇബ്ലീസ് നിഷേധിച്ചു, അഹങ്കരിച്ചു, അവൻ കുഫ്ർ ചെയ്തു എന്നാണ് അല്ലാഹ് പറഞ്ഞത്. കണ്ടോ? അഹങ്കരിച്ചു. അപ്പൊ ഇബ്ലീസിന് തോന്നിയ അഹങ്കാരമാണ്, ഞാന് മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യും. അത് നടക്കൂല. മണ്ണെന്നുണ്ടാക്കി ആദമിന്റെ മുമ്പിൽ ഞാൻ സുജൂദ് ചെയ്യും. ചില ആളുകളുടെ സംസാരമൊക്കെ അങ്ങനെയാണ്. ഓന്റെ ഷോപ്പിൽ വർക്ക് ചെയ്താണ്, ഓനോട് ഞാൻ മാപ്പ് പറയും. ഇതാ അഹങ്കാരം തന്നെ. മനസ്സിലായില്ലേ? തെറ്റ് നമ്മളെടുത്താണെങ്കിൽ, നമ്മുടെ കീഴിൽ വർക്ക് ചെയ്ത ആളോടാണെങ്കിലും തെറ്റ് തെറ്റാ. അവിടെ തൊലി വെളുപ്പിലും നിങ്ങളുടെ ഹൈറ്റിലും നിങ്ങളുടെ വെയിറ്റിലും നിങ്ങളുടെ കയ്യിലുള്ള ആസ്തിക്കും ബാങ്കിന്റെ ബാലൻസിനൊന്നും പ്രശ്നമില്ല സുഹൃത്തുക്കളെ. അതിനൊന്നും ഒരു പരിഗണനയില്ല. അങ്ങനെ മനുഷ്യനായി നമുക്ക് നിൽക്കാൻ പറ്റുമോ?
എന്നാലേ ഇനി വരുന്ന ദുരന്തങ്ങളിൽ നിന്നെങ്കിലും എനിക്കും നിങ്ങൾക്കുമൊക്കെ അള്ളാഹുവിന്റെ കാവലും രക്ഷയും നമുക്ക് കിട്ടുകയുള്ളൂ. അഥവാ നമ്മൾ വല്ല അപകടത്തിലും പെട്ടാൽ ആ യാത്ര സുഖകരമായ, ഏറ്റവും സുഗമമായ പരലോകത്തിലേക്കുള്ള യാത്രയായി നമുക്ക് കിട്ടുകയുള്ളൂ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. لا يدخل الجنة من كان في قلبه مثقال ذرة من كبر. مثقال ذرة, ഒരു അണുമണി തൂക്കം അഹങ്കാരമുണ്ടെങ്കിൽ സ്വർഗ്ഗത്തിൽ കടക്കൂല. ഒരു അണുമണി തൂക്കം അഹങ്കാരം ഉണ്ടെങ്കിൽ സ്വർഗ്ഗത്തിൽ കടക്കൂല. അതുകൊണ്ട് വിനീതരാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ദുരന്തങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സ് വിനീതമാകണമെന്നും അഹങ്കാരത്തിന്റെയും ഭ്രമയുടെയും വമ്പിന്റെയും പൊങ്ങച്ചത്തിന്റെയും ഗർവിന്റെയും അംശങ്ങളെ എടുത്തുമാറ്റണമെന്നും അതാണ് ഞാൻ ഈ ഖുതുബയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അൽ ഖിബ്റു, അഹങ്കാരം എന്ന് പറഞ്ഞാൽ ബത്റുൽ ഹഖ്, അത് സത്യത്തെ നിഷേധിക്കലാണ്. വഗംതുൻ നാസ്, ജനങ്ങളെ നിന്ദിക്കലാണ്. എന്താണ് ഈ അഹങ്കാരം എന്ന് പറഞ്ഞാൽ? സത്യം അറിഞ്ഞിട്ടും എടുക്കൂല. അതുകൊണ്ടല്ലേ ഈ നെരിയാണിക്കതായ ഡ്രസ്സൊക്കെ അഹങ്കാരത്തിന്റെ കൂട്ടത്തിലാകാൻ. എന്താ നെരിയാണിക്കതായ പോകാൻ പാടില്ല എന്ന് ഇസ്ലാമിന്റെ നിയമമാണ്. അതൊന്നും സാരല്ല എന്ന് വിചാരിക്കല് അഹങ്കാരാണ്. കണ്ടോ, വണ്ടി സാധാരണ വേഗതയിലാണ് പോകേണ്ടത്. അമിത വേഗത ശൈത്താനിലെന്നാണ് ഒരു അഹങ്കാരത്തിന്റെ ഭാഗം. നോ പാർക്കിങ്ങിൽ വണ്ടികളിൽ അഹങ്കാരം. ഇതിലേ അഹങ്കാരം കുറെ ഉണ്ട്. അറിഞ്ഞുകൊണ്ട് യാതൊരു മനുഷ്യൻ വിട്ടുപോയി അല്ല, അവിടെ നോ പാർക്കിംഗ് ഉണ്ട്, എന്താ അവിടെ എന്ന് ഒരാൾ വിചാരിക്കുന്നത് അഹങ്കാരം. അപ്പൊ ഈ അഹങ്കാരം തന്നെ പല വിധത്തിലാണ് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അഹങ്കാരം ഒരു ചെറിയ അളവുണ്ടെങ്കിൽ സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിയില്ല. നേരിട്ട് ഡയറക്റ്റ് സ്വർഗ്ഗത്തിൽ കടക്കാൻ തടസ്സാണ്. ജനങ്ങളെ നിന്ദിക്കുക, സത്യത്തെ അവഗണിക്കുക. അത് പറയാൻ അവനാരാ? നിങ്ങൾ എത്ര കാശ് ഉണ്ടാവില്ല പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് അത് പറയാൻ ഓനാരാ? എന്നെ ഉപദേശിക്കാൻ അവനാരാ? കിബറിന്റെ വർത്താനം. ആ കാലൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ ചിന്തിക്കണം, ആലോചിക്കണം. ആലോചിക്കുന്ന ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല പുറത്ത് നമുക്ക് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ദുരന്തത്തിലകപ്പെട്ടവർ, മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ബാക്കി ജീവിച്ചിരിക്കുന്ന ഉമ്മമാർ മരിച്ചുപോയ മക്കള് മരിച്ചുപോയ മാതാപിതാക്കൾ, രണ്ടുപേരിൽ ഒരാൾ ബാക്കിയായത്, ഒരു കുടുംബത്തിൽ ഒരാൾ മാത്രം ബാക്കിയായത് പലരുമുണ്ട്. അവർക്ക് നീ മനസ്സിന് ഉറപ്പ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ അർത്ഥത്തിലുള്ള വൻ ദുരന്തങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ തന്ന സ്വത്തിൽ നിന്ന് ആരും അറിയാതെ അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കടത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ഇടപാടുകളിലും നിന്റെ റഹ്മത്തും ബറകാത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.